ഏവർക്കും ഇൻഫോ മലയാളി യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗാന്ധി ക്വിസാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആകെ 15 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ 15 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ക്വിസ് വീഡിയോകൾക്കും വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ വീഡിയോകൾക്കുമായി മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം 1. മഹാത്മാഗാന്ധിയുടെ ജന്മഗൃഹം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഗാന്ധി സദൻ, ഓപ്ഷൻ ബി കീർത്തി മന്ദിർ, ഓപ്ഷൻ സി ഗാന്ധി മെമ്മോറിയൽ, ഓപ്ഷൻ ഡി ഗാന്ധി ഗ്രാമം. ഉത്തരം ഓപ്ഷൻ ബി കീർത്തി മന്ദിർ. ചോദ്യം 2. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എ പീറ്റർ മാരിറ്റ്സ്ബർഗ്, ഓപ്ഷൻ ബി ഡർബൻ, ഓപ്ഷൻ സി നേറ്റാൾ, ഓപ്ഷൻ ഡി ജോഹാനസ്ബർഗ്. ഉത്തരം ഓപ്ഷൻ എ പീറ്റർ മാരിറ്റ്സ്ബർഗ്. ചോദ്യം 3. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിയെ ആദ്യം അറസ്റ്റ് ചെയ്ത സ്ഥലം? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി പൂനെ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. ഉത്തരം ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. ചോദ്യം 4. ദ സത്യാഗ്രഹ എന്ന കൃതി രചിച്ചത് ഏതു ഭാഷയിലാണ്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി ഹിന്ദി, ഓപ്ഷൻ സി ഗുജറാത്തി, ഓപ്ഷൻ ഡി ബംഗാളി. ഉത്തരം ഓപ്ഷൻ സി ഗുജറാത്തി. ചോദ്യം 5. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേര്? ഓപ്ഷൻ എ മഹാദേവ് ദേശായി, ഓപ്ഷൻ ബി പ്യാരേൽ ജിൽ, ഓപ്ഷൻ സി കിഷോർ ലാൽ, ഓപ്ഷൻ ഡി ജോൺ റസ്കിൻ. ഉത്തരം ഓപ്ഷൻ എ മഹാദേവ് ദേശായി. ചോദ്യം 6. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭജൻ വൈഷ്ണവ ജനതയെ എഴുതിയതായിരുന്നു? ഓപ്ഷൻ എ പുരന്ദർദാസ്, ഓപ്ഷൻ ബി ശ്യാമൾ ഭട്ട്, ഓപ്ഷൻ സി നരസിംഹ മേത്ത, ഓപ്ഷൻ ഡി തുളസീദാസ്. ഉത്തരം ഓപ്ഷൻ സി നരസിംഹ മേത്ത. ചോദ്യം 7. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? ഓപ്ഷൻ എ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ ബി കെ മാധവൻ, ഓപ്ഷൻ സി കെ കേളപ്പൻ, ഓപ്ഷൻ ഡി പി കൃഷ്ണപിള്ള. ഉത്തരം ഓപ്ഷൻ എ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ചോദ്യം 8. ഏതു വർഷം മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഒക്ടോബർ 2 അഹിംസാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഓപ്ഷൻ എ 2010, ഓപ്ഷൻ ബി 2007, ഓപ്ഷൻ സി 2005, ഓപ്ഷൻ ഡി 2011. ഉത്തരം ഓപ്ഷൻ ബി 2007. ചോദ്യം 9. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? ഓപ്ഷൻ എ 140, ഓപ്ഷൻ ബി 165, ഓപ്ഷൻ സി 168, ഓപ്ഷൻ ഡി 170. ഉത്തരം ഓപ്ഷൻ സി 168. ചോദ്യം 10.
വിൽപ്പനയ്ക്ക് വെച്ചതിനെ തുടർന്ന് വാർത്താ പ്രാധാന്യം നേടിയ ഗാന്ധിജിയുടെ ജോഹാനസ്ബർഗിലെ വീട്? ഓപ്ഷൻ എ ആനന്ദ ഭവനം, ഓപ്ഷൻ ബി കീർത്തി മന്ദിർ, ഓപ്ഷൻ സി ദിക്രാൽ, ഓപ്ഷൻ ഡി സബർമതി. ഉത്തരം ഓപ്ഷൻ സി ദിക്രാൽ. ചോദ്യം 11. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം? ഓപ്ഷൻ എ ഹരിജൻ, ഓപ്ഷൻ ബി ഇന്ത്യൻ ഒപ്പീനിയൻ, ഓപ്ഷൻ സി നവജീവൻ, ഓപ്ഷൻ ഡി യങ് ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ ഒപ്പീനിയൻ. ചോദ്യം 12. ഗാന്ധിജി ജോഹാനസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം? ഓപ്ഷൻ എ ടോൾസ്റ്റോയ് ഫാം, ഓപ്ഷൻ ബി ഫിനിക്സ് സെറ്റിൽമെൻറ്റ്, ഓപ്ഷൻ സി സബർമതി, ഓപ്ഷൻ ഡി വർധ സേവാഗ്രാം. ഉത്തരം ഓപ്ഷൻ എ ടോൾസ്റ്റോയ് ഫാം. ചോദ്യം 13. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിൽ? ഓപ്ഷൻ എ ഗുജറാത്തി, ഓപ്ഷൻ ബി ഹിന്ദി, ഓപ്ഷൻ സി മറാഠി, ഓപ്ഷൻ ഡി ഇംഗ്ലീഷ്. ഉത്തരം ഓപ്ഷൻ ഡി ഇംഗ്ലീഷ്. ചോദ്യം 14. വെയിറ്റിംഗ് ഫോർ മഹാത്മ എന്ന കൃതി എഴുതിയതാരും? ഓപ്ഷൻ എ പാട്രിക് ഫ്രഞ്ച്, ഓപ്ഷൻ ബി മനോഹർ മൽഗോക്കർ, ഓപ്ഷൻ സി ആർ കെ നാരായൺ, ഓപ്ഷൻ ഡി കിഷോരിലാൽ. ഉത്തരം ഓപ്ഷൻ സി ആർ കെ നാരായണൻ. ചോദ്യം 15. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ടോൾസ്റ്റോയ്, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ. ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും